നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരുടെ മൊഴിയെടുക്കുകയാണ് ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിൽ അന്വേഷണ സംഘം ചെയ്യുന്നത്. നേരത്തെ ധർമ്മജൻ ബോൾഗാട്ടി അവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഇപ്പോൾ ദിലീപിന്റെ സഹോദരൻ അനൂപിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. സിബി ചേരുന്നുണ്ട് ആലുവ പോലീസ് ക്ലബ്ബിന് മുന്നിൽ നിന്നും. സിബി, എന്താണ് വിശദാംശങ്ങൾ? സൗമ്യ, ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി സിനിമാക്കാരിൽ നിന്നും അവരുടെ ബന്ധുക്കളിലേക്കും ഈ അന്വേഷണം വായിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് ദിലീപിന്റെ സഹോദരൻ അനൂപ് ഇപ്പോൾ ഈ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ അല്പസമയം മുമ്പാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിനുള്ളിലാണ് ഉള്ളത്. എന്തായാലും ഇവിടെ പെരുമ്പാവൂർ CI അടക്കമുള്ളവർ ഇവിടെയുണ്ട്. എന്തായാലും ഇവർ വിളിച്ചു വരുത്തിയതാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പം ഒരു അരമണിക്കൂർ മുമ്പ് ധർമ്മജൻ ബോൾഗാട്ടിയെയും വിളിച്ചു വരുത്തിയിരുന്നു. ഇപ്പോൾ തന്നെ ഈ കേസ് അന്വേഷണം വേറൊരു ഘട്ടത്തിലേക്ക് കൂടുതൽ പേരിലേക്ക് ചോദ്യം ചെയ്യുന്നു. ദിലീപും നാദൃഷി അടക്കമുള്ള സിനിമാക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായി നിൽക്കുമ്പോൾ തന്നെ അവരുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അവരുമായി അടുത്ത ബന്ധമുള്ള പലരെയും വിളിച്ചു വരുത്തി ചില കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ നടത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. എന്തായാലും ഈ നാദൃഷിയുടെ എല്ലാ സിനിമകളിലും തന്നെ ഈ ധർമ്മജൻ ബോൾഗാട്ടിക്ക് ഒരു മുഖ്യ പ്രധാനമായ വേഷങ്ങളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി കട്ടപ്പന ഹൃതികോഷൻ എന്ന സിനിമയിൽ തന്നെ ഈ ധർമ്മജൻ ബോൾഗാട്ടിക്ക് ഏറ്റവും ശ്രദ്ധേയമായ വേഷമാണ് ഉണ്ടായിരുന്നത്. നാദൃഷ സംവിധാനം ചെയ്ത സിനിമയായിരുന്നത്. അതുകൊണ്ട് തന്നെ നാദൃഷയും ദിലീപുമായി തന്നെ ഇവർക്ക് അടുത്ത ബന്ധമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ധർമ്മജൻ ബോൾഗാട്ടിയെ കൂടി ഈ ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്തായാലും ധർമ്മജൻ ബോൾഗാട്ടി ഈ കാര്യം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. തങ്ങളെ CI വിളിച്ചു വരുത്തിയതുകൊണ്ടാണ് തങ്ങൾ വന്നതെന്ന് അല്പസമയം മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ടായി. എന്തായാലും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ധർമ്മജൻ ഇങ്ങോട്ടേക്ക് ഒരു കാറിൽ വന്നിറങ്ങുകയും പെട്ടെന്ന് ഈ ഗേറ്റ് കടന്ന് പോവുകയും ചെയ്തത്. ഇതിന് പിന്നാലെയായിരുന്നു ഇപ്പോൾ ദിലീപിന്റെ അനുജനായ അനൂപും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഭൂമി ഇടപാടുകളും മറ്റും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിരുന്നു. ഇതിലെല്ലാം ഈ അനുജൻ അനൂപിനും പങ്കുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇപ്പോൾ ഈ അനുജൻ അനൂപിലേക്ക് നീങ്ങുന്നത്. എന്തായാലും ഈ കേസ് സിനിമാക്കാരിലേക്ക് മാത്രമല്ല വേറെ ഈ വൻ സ്രാവുകൾ ഉണ്ട് എന്ന ഒരു രീതിയിൽ തന്നെ ഒരു ഗൂഢാലോചന ഭാഗമായി തന്നെ പോലീസ് കേസന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ എല്ലാവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോലീസ് ഇപ്പോൾ അന്വേഷണ ഘട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ സിബി, നമുക്കറിയാം ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലുകളൊക്കെ ഇനിയും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണോ ഉള്ളത്? നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ദിലീപിന്റെ നാദൃഷയുടെയും ഒക്കെ തന്നെയും ചോദ്യം ചെയ്യൽ ഇവിടെ സുപ്രധാനമാണ്. പക്ഷെ അതിന് മുൻപ് ബാക്കി പഴുതുകളെല്ലാം അടച്ചുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ തെളിവുകളും ക്ലാരിറ്റി വരുത്തലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണോ ഇങ്ങനെ കൂടുതൽ പേരുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ ദിലീപും നാദൃഷിയും നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ആലുവ റൂറൽ SP അടക്കമുള്ളവർ നമുക്ക് സൂചന നൽകുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഇവരുമായി ക്രോഡീകരിക്കുന്ന എല്ലാ വിവരശേഖരണങ്ങളും നടത്താൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇവരുമായി ബന്ധമുള്ള അടുപ്പമുള്ളവരെ എല്ലാം തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ചെറിയ ചില കാര്യങ്ങളിൽ പോലുമുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു തെളിവ് ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഈ കേസിൽ ഒരു അറസ്റ്റ് എന്ന രീതിയിലേക്ക് പോകാൻ കഴിയൂ. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായവർ സിനിമാ ബന്ധമുള്ളവരാണ്, ഉന്നത ശ്രേണിയിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വെറുതെ ഒരു തെളിവില്ലാതെ ഒരു അറസ്റ്റ് നടപടിയിലേക്ക് നീങ്ങിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം പോലീസിനും സർക്കാരിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇവരുമായി അടുപ്പമുള്ളവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിക്കുന്നത്. അതിന് ശേഷമാവും ദിലീപിനെയും നാദൃഷിയും അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യും. എന്തായാലും ഈ കേസിൽ ഇവർ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല പൾസർ സുനി അടക്കമുള്ളവർ ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചപ്പോൾ നാദൃഷയെയും മാനേജർ അപ്പുണ്ണിയെയും ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയെയും ഫോണിൽ വിളിച്ചതായി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ ഇവർ മൊഴികളിൽ പറഞ്ഞിരുന്നില്ല. പൾസർ സുനിയെ അറിയില്ല എന്നാണ് ദിലീപ് പറഞ്ഞത്. എന്നാൽ ദിലീപ് തൃശ്ശൂരിലെ ജോർജട്ടൻ സ്പൂരം എന്ന ലൊക്കേഷനിൽ ദിലീപിൻ്റെ ഒരു ഫോട്ടോയിൽ ഈ പൾസർ സുനിയും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ പൾസർ സുനിയും ദിലീപും തമ്മിൽ പരിചയമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ദിലീപ് പറഞ്ഞ മൊഴികളിൽ നിന്ന് വൈരുദ്ധ്യമായ ചില തെളിവുകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ അന്വേഷണ ഘട്ടത്തിൽ നാദൃഷ സഹകരിച്ചില്ലെന്ന ഒരു കാര്യവും പോലീസിന് സംശയം ഉന്നയിച്ചിട്ടുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ഇതിൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് അവരെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവരുമായി ബന്ധമുള്ള അല്ലെങ്കിൽ പോലീസിന് സൂചന നൽകുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് എല്ലാ
എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. സൗമ്യ, സിബിയാണ് വിവരങ്ങൾ നൽകിയത്.